Hi friends, welcome to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡലി ഉപ്പുമാവാണ്. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി ബാക്കി വന്നാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോ ഒരു 10 ഇഡ്ഡലി ഉണ്ട്. ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, നല്ലോണം ചെറിയ പച്ചമുളകായെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതിപ്പോ വലുതായതുകൊണ്ട് ഞാൻ 1 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നിലക്കടല, കടുക്, എണ്ണ, ഒരു ചെറുനാരങ്ങ പീഞ്ഞു വെച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കറിവേപ്പില, കുറച്ച് ഉപ്പ്. ആദ്യം ഈ ഇഡലി കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ മുഴുവനായും ഒന്ന് പൊടിച്ചെടുക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി മുഴുവനും ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. നിലക്കടല ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്, പായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇഡ്ഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.